ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഏക സംസ്ഥാനമായ കർണാടകയിൽ കഴിഞ്ഞ ദിവസം MLC തെരഞ്ഞെടുപ്പ് നടന്നു. സ്വാഭാവികമായും 134 അംഗങ്ങളുള്ള കോൺഗ്രസിന് 4 പേരെ എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ കഴിയും. എന്നാൽ 5 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഫലം കാണുകയും 5 പേരെ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്തു. ബി.ജെ.പിയിൽ നിന്നും ജനതാദൾ എസിൽ നിന്നും ക്രോസ് വോട്ടിംഗ് ഉണ്ടായി എന്നത് പകൽ പോലെ വ്യക്തം. കർണാടക നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിഞ്ഞ സംസ്ഥാനം. അവിടെ ബി.ജെ.പി യെദ്യൂരപ്പ എന്ന നേതാവിനെ മുൻനിർത്തി നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് ആദ്യമായി താമര വിരിഞ്ഞത്. ആ താമര വിരിഞ്ഞ സംസ്ഥാനത്ത് ബി.ജെ.പി ഭരണത്തിന് ശേഷം അവിടെ ജനതാദൾ എസും കോൺഗ്രസും ചേർന്ന് ഒരു സഖ്യ സർക്കാർ ഉണ്ടാക്കി. ആ സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ ഓപ്പറേഷൻ ലോട്ടസിലൂടെ കോൺഗ്രസിന്റെ MLA-മാരെ ചാക്കിട്ട് പിടിച്ച ബി.ജെ.പി ഭരിച്ച സംസ്ഥാനം. ബി.ജെ.പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമായ കർണാടകയിൽ 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത്. ബി.ജെ.പി കർണാടകയിൽ തീർത്തും ദുർബലമായി. യെദ്യൂരപ്പ നേതൃത്വത്തിൽ നിന്ന് മാറിയതോടുകൂടി പിന്നീട് അവർക്ക് പറഞ്ഞുക്കാൻ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ ഒരു മികച്ച നേതാവില്ലാത്ത സ്ഥിതിവിശേഷമായി. അവിടെയാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ജനതാദൾ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കന്നഡ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും പാടെ അപ്രസക്തമാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് കഴിഞ്ഞു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും മകൻ കുമാരസ്വാമിയും നയിക്കുന്ന ജനതാദൾ എസ് ഇപ്പോൾ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ JDS-ന് കാര്യമായ സ്വാധീനമൊന്നും ഇവിടെയില്ല. JDS-ന്റെ പരമ്പരാഗത തട്ടകങ്ങളായ ഓൾഡ് മൈസൂർ മേഖലയിലടക്കം കോൺഗ്രസ് കടന്നുകയറുകയും സിദ്ധരാമയ്യയെ ഉപയോഗപ്പെടുത്തി പഴയ സോഷ്യലിസ്റ്റുകാരനായ ജനതാദളുകാരനായ സിദ്ധരാമയ്യയെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് ദളിന്റെ ക്യാമ്പുകൾ ഒന്നടങ്കം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ MLC തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. ബി.ജെ.പി ജാർഖണ്ഡിൽ ഉൾപ്പെടെ നടത്തിയ കുതിരക്കച്ചവടം കർണാടകയിൽ നടത്തുമോ എന്ന് ആയിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ ചോദ്യവും ആശങ്കയും. എന്നാൽ കർണാടകയിൽ DK ശിവകുമാർ എന്ന കോൺഗ്രസിന്റെ സ്റ്റാർ നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ബി.ജെ.പിയാണ് നമ്മൾ കണ്ടത്. ബി.ജെ.പിക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായി വിമത ബി.ജെ.പിക്കാരെയും ജനതാദൾ എസിന്റെയും വോട്ട് നേടിക്കൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി MLC ആയി ജയിച്ചു വന്നു. ഇത് വലിയൊരു പാഠമാണ് ബി.ജെ.പിക്ക് നൽകുന്നത്. ഓപ്പറേഷൻ ലോട്ടസിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ പണം വാരിയെറിഞ്ഞും കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചും ബി.ജെ.പി നടത്തിയ നീക്കങ്ങൾ ജനാധിപത്യത്തിലൂടെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ വോട്ടർമാർ മറുപടി നൽകി. അതിനെ തുടർന്ന് ബി.ജെ.പി നാമാവിശേഷമാകുന്ന കാഴ്ചയാണ് കർണാടകയിൽ കാണാൻ കഴിയുന്നത്. എടുത്തു കാണിക്കാൻ നല്ലൊരു നേതാവില്ല. തേജസ്വി സൂര്യയെ പോലെയുള്ള നേതാക്കന്മാർക്ക് ബാംഗ്ലൂർ നഗരമേഖലയിലല്ലാതെ ഗ്രാമീണ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അവിടെയാണ് നഗരമേഖലയിൽ DK ശിവകുമാറും ഗ്രാമീണ മേഖലകളിൽ സിദ്ധരാമയ്യയും മല്ലികാർജുൻ ഖാർഗെയും BK ഹരിപ്രസാദും അടക്കമുള്ള നേതാക്കന്മാർ തോളോട് തോൾ ചേർന്ന് കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2028 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട, കർണാടകത്തിൽ കോൺഗ്രസ് തന്നെ അധികാരം നിലനിർത്തുമെന്ന കാര്യത്തിൽ. കാരണം അത്ര മികച്ച രൂപത്തിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. 3 വർഷക്കാലത്തെ സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭരണത്തിന് ശേഷം ഇപ്പോൾ DK ശിവകുമാർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. DK ശിവകുമാർ അധികാരമേറ്റപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ബി.ജെ.പിയുടെ മണി പവർ മസിൽ പവർ രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ നേരിടുന്ന നേതാവാണ് DK ശിവകുമാർ. അതേ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി മുന്നിൽ നിന്ന് പട നയിക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്ന, കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് MLC തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ആ MLC തെരഞ്ഞെടുപ്പിലെ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് കർണാടകയുടെ മണ്ണിൽ അനിഷേധ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. മറുഭാഗത്ത് നേതൃദാരിദ്ര്യത്തിൽ ഉഴലുന്ന ബി.ജെ.പി കൈകാലിട്ടടിക്കുമ്പോൾ ആര് ബി.ജെ.പി രക്ഷിക്കുമെന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്.